ലോകം ഉണർന്നത് ഒരു വലിയ വാർത്തയായിട്ടാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ന്യൂയോർക്ക് നഗരത്തിന്റെ ഏറ്റവും പുതിയ മേയറായിട്ട് 34 വയസ്സുകാരനായ സൊഹ്റാൻ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള വാർത്ത. ഇത് തെളിയിക്കുന്ന വലിയ ഒരു സത്യമുണ്ട്. ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരാണെങ്കിലും ടവറിൽ ഇറങ്ങാതെ സാധാരണക്കാരുടെ ഇടയിലൂടെ നടന്ന് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ കാര്യങ്ങൾ പരിഗണിക്കുന്ന ഒരു നേതാവ്, അത് എത്ര പ്രായം കുറഞ്ഞവനായാലും ഏത് ജാതിയിലോ മതത്തിലോ പെട്ടവനായാലും ഏത് രാഷ്ട്രത്തിലുള്ള ഒറിജിനൽ ആളാണെങ്കിൽ പോലും ജനങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന കാര്യത്തിന് തരാൻ ഉത്തമ ഉദാഹരണമാണിത്. മനസ്സിലാക്കേണ്ടത്, പഞ്ചാബി മദർ, ഗുജറാത്തി ഫാദർ, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ആരെങ്കിലും ആവട്ടെ, അവരിൽ പിറന്ന ഒരു ഇന്ത്യൻ വംശജനായ, അതും ഉഗാണ്ടയിൽ ജനിച്ച് അതുപോലെ മറ്റു പല രാജ്യങ്ങളിലൂടെ ജീവിച്ച് പഠിച്ച അവസാനം ന്യൂയോർക്ക് സിറ്റിയിലെത്തുന്നു. അവിടെ സാധാരണക്കാരനായ ബസ് ഡ്രൈവേഴ്സ്, ട്രക്ക് ഡ്രൈവേഴ്സ്, ടാക്സി ഡ്രൈവേഴ്സ്, റെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ വാച്ച്മാൻ, അതുപോലെ സെക്യൂരിറ്റി ഗാർഡ്, ഇവരുടെയൊക്കെ സംസാരിച്ച് അവരുടെയൊക്കെ കാര്യങ്ങളിൽ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു വൻ വിപ്ലവം തന്നെ നടന്നുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി എന്നുള്ളതാണ് വലിയ സത്യം. അങ്ങനെ അവരെ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരൻ, മില്ലീനിയൻസിൽ ആദ്യത്തെ മേയറാണ് സൊഹ്റാൻ മംദാനി. ഒരുപാട് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ അവിടെ നേരിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അറിയാലോ നമുക്ക്, നമ്മുടെ അവിടുത്തെ പ്രസിഡന്റ് എത്ര മാത്രമാണ് അദ്ദേഹത്തിനെതിരായിരുന്നത്. പക്ഷെ എല്ലാത്തിനെയും തൃണവൽക്കരിച്ചുകൊണ്ട് ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ, സത്യം കൂടെ ഉണ്ടെങ്കിൽ, ജനങ്ങളുള്ള സ്നേഹം കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മളെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുമെന്നുള്ളതിനെ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. എന്തായാലും ഒരുപാട് ആശംസകൾ. നമുക്കും അഭിമാനിക്കാം ഒരു ഇന്ത്യക്കാരൻ ആയി എന്നുള്ളതിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും കൂടി സൊഹ്റാൻ മംദാനിക്ക് ആശംസകൾ നേരാം. ഇത് ഒരു വലിയ തുടക്കമാണ്. ഈ തുടക്കം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലൂടെ കടന്ന് പുതിയ തലമുറക്ക് പുതിയ വെളിച്ചം വീശാൻ പുതിയ നേതാക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുനീർ അൽ വഫ.